കേന്ദ്ര ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയാണ് രാജ്യം. ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ചൈനയുടെ ആധിപത്യത്തിന് പൂട്ടിടാനുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ ആ ബജറ്റ് അവതരണത്തിലൂടെ നടത്തിയിരിക്കുന്നത്. കേരളത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാതു ഇടനാഴി അവിടെ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. എന്നാൽ ആഗോളതലത്തിൽ ഇത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാകും. കാരണം അവർക്ക് കരുത്തായി തന്നെ വെച്ചിരിക്കുന്ന അപൂർവ ധാതു വിപണിയിൽ ഭാരതത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ നിർണായക നീക്കമാണിപ്പോൾ മോദി സർക്കാർ നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസം കേരള അതായത് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് പോലും ഈ ധാതു ഇടനാഴിയുടെ കാര്യങ്ങൾ അതിലും വ്യക്തമായി തന്നെ ചൈനയുടെ ആധിപത്യം അവസാനിപ്പിക്കുമെന്ന തരത്തിലുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ കേന്ദ്രം അവതരിപ്പിച്ച ബഡ്ജറ്റാകട്ടെ കേരളം അടക്കം 4 സംസ്ഥാനങ്ങളിൽ പ്രത്യേക അപൂർവ ധാതു ഇടനാഴികൾ അത് സ്ഥാപിക്കുമെന്നാണ് കേന്ദ്ര ബഡ്ജറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ കേരളത്തിന് പുറമെ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഭാരതത്തിന്റെ മിനറൽ സമ്പന്നമായ ആ ഒരു തീരദേശങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ ഖനനം, സംസ്കരണം, ഗവേഷണം, നിർമ്മാണം എന്നിവയെ ഏകോപിപ്പിക്കുകയാണ് ഈ ഇടനാഴിയുടെ ലക്ഷ്യമായി തന്നെ പറയുന്നത്. ഇതിനായി കേരളത്തിൽ വിഴിഞ്ഞം പോർട്ടിനെ ചവറയുമായും കൊച്ചിയുമായും ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഇടനാഴിയാണ് സജ്ജമാക്കാൻ ഒരുങ്ങുന്നത്. ചവറയിലെ IREL അതേപോലെ തന്നെ KMML എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഇതിന്റെ പ്രവർത്തനം എന്നതാണ് അവിടെ കണക്കുകൂട്ടൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ലോകത്തെ അപൂർവ ധാതു ഉൽപ്പന്നത്തിന്റെ 60% അതിന്റെ സംസ്കരണത്തിന്റെ 90% ചൈനയുടെ കൈകളിലാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഈ ഒരു കീഴ്വഴക്കം അതിനൊരു പൂട്ടിടാനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ മുതൽ തന്നെ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ 17 മൂലകങ്ങളുടെ നിയന്ത്രണം ചൈനയ്ക്കുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ചൈനയുടെ ഈ ഭീഷണിയെ പ്രതിരോധിക്കാൻ 2025 നവംബറിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകം സ്കീമുകൾ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ അടക്കം തന്നെ ഇപ്പോൾ ഈ കോറിഡോറുകൾ വരുന്നതെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കേരളത്തിന്റെ തീരദേശ ഭാഗങ്ങളിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. വിഴിഞ്ഞം തുറമുഖം കൂടി യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ ഈ ധാതുക്കൾ സംസ്കരിച്ചുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു സുവർണ അവസരമായി തന്നെയാണ് ഇതിനെ ഭാരതം കണക്കാക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം ചൈനയുടെ കുത്തകയായ ആഗോള പെർമനന്റ് മാഗ്നറ്റ് വിപണിയിൽ ഇന്ത്യയുടെ കരുത്തായി തന്നെ അത് മാറ്റാൻ കൊല്ലത്തിന് അവസരം ഒരുക്കുകയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പുതിയ ബഡ്ജറ്റായി അവതരിപ്പിച്ചുകൊണ്ട് തന്നെ മന്ത്രി P. രാജീവ് വ്യക്തമാക്കിയത്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പോലും ഇത്തരത്തിലൊരു രീതിയിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം വഴി ചവറയെയും അതുപോലെ തന്നെ കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു വ്യവസായ ഇടനാഴി കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കൊല്ലം നീണ്ടകര മുതൽ തന്നെ ആലപ്പുഴ, തോട്ടപ്പള്ളി അവിടെ വരെയുള്ള തീരപ്രദേശത്തെ ധാതുമണലിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നങ്ങൾക്കായി തന്നെ അത് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായി തന്നെ എടുത്ത് പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മറ്റ് ശേഖരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൽ കൂടുതലായി തന്നെ അവർ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.